ശബരിമല സീസൺ മനഃപൂർവ്വം കുഴപ്പത്തിലാക്കി വി.ഡി. സതീശൻ. ശബരിമല തീർത്ഥാടന കാലത്തെ സർക്കാർ കുഴപ്പത്തിലാക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അയ്യപ്പ ഭക്തർ മല കയറാതെ തിരികെ പോകുന്നു. UDF പ്രതിനിധി സംഘം ശബരിമല സന്ദർശിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ശബരിമലയിൽ ഇപ്പോഴത്തെ അവസ്ഥ ഭയാനകമാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറയുന്നു. UDFന്റെ കാലത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പമ്പയിൽ പോയിരുന്നിട്ടാണ് അവിടുത്തെ എല്ലാത്തിൻ്റെയും ഏകോപനം നടത്തിയത്. ഈ സർക്കാർ ഒരു ചുക്കും നടത്തിയില്ല. ആഗോള അയ്യപ്പ സംഗമം നടത്തിയ ആളുകൾ ഇത്തവണത്തെ സീസൺ കൂടി വികലമാക്കിയെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. 10-15 മണിക്കൂർ നീണ്ട ക്യൂ നിയന്ത്രിക്കാൻ സംവിധാനമോ ഭക്തർക്ക് കുടിവെള്ളം പോലും നൽകിയിരുന്നില്ല എന്നും ടോയ്ലറ്റിൽ പോലും വെള്ളമില്ലായിരുന്നെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. വൃത്തിഹീനമായ ടോയ്ലറ്റുകൾ, മലിനമായ പമ്പ, ഇതൊക്കെയാണ് നിലവിലെ അവസ്ഥ. മുന്നൊരുക്കങ്ങൾ ചെയ്യേണ്ടത് ഒരാഴ്ച മുമ്പാണോ എന്നും വി.ഡി. സതീശൻ ചോദിച്ചു. ഇത്തവണത്തെ ശബരിമല സീസൺ മനഃപൂർവ്വം സർക്കാർ കുഴപ്പത്തിലാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഫണ്ട് നൽകാതെ മുഴുവൻ തകരാറിലാക്കിയെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് കേരളത്തിൽ തെരുവുനായ ശല്യം വൻതോതിൽ വർദ്ധിച്ചത്. 3.5 ലക്ഷം മലയാളികളെ പട്ടി കടിച്ചിട്ടും സർക്കാർ ഒന്നും ചെയ്തില്ല. ഇവിടേക്ക് ടൂറിസ്റ്റുകൾ വരുമോ? സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. ഒരു മഴ പെയ്താൽ എല്ലാ നഗരങ്ങളിലും വെള്ളക്കെട്ടാണ്. ഇതിനായി ഒരു പദ്ധതിയുമില്ല. UDFന് കൃത്യമായ പരിപാടികളും പദ്ധതികളുമുണ്ട്. അത് ജനത്തിനു മുമ്പിൽ അവതരിപ്പിക്കും. ജനങ്ങൾ വെറുക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും അതിനെതിരായ കുറ്റപത്രം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ മുക്കിലും മൂലയിലും വിശദമായി അവതരിപ്പിക്കുമെന്നും ജനങ്ങൾ ഈ സർക്കാരിനെ വിചാരണ ചെയ്യുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. അന്തിമ വിചാരണയ്ക്ക് മുമ്പായി നടക്കുന്ന വിചാരണയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു.